എനിക്ക് ആക്ച്വലി വളരെ സന്തോഷമുണ്ട്. കാര്യം ബിനിചേട്ടൻ ആദ്യത്തെ ഒരു പടം ചെയ്തപ്പോൾ എന്നെ വെച്ച് ചെയ്തു, രണ്ടാമത്തെ പടം ചെയ്തപ്പോൾ നമ്മളെ തന്നെ ആലോചിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ സെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇപ്പോൾ ഈ ഞാൻ പല സെറ്റിലും അഭിനയിക്കാൻ വേണ്ടി പോകും, പക്ഷേ നമ്മുടെ ഈ ഇതിഹാസ സെറ്റിലേക്ക് പിന്നെയും പോകണമെന്ന് പറയുമ്പോൾ മറ്റേ ബാക്ക് ഹോം എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. എല്ലാവരോടും ഭയങ്കര അത്യാവശ്യം അങ്ങനെ കമ്പനിയായിരുന്നു. ബിനിചേട്ടനായിട്ടായാലും നമ്മുടെ ക്യാമറമാൻ സിനോചേട്ടനായിട്ടായാലും എല്ലാവരായിട്ടും എൻ്റെ ഈവൻ കോസ്റ്റ്യൂമർ, എഡിറ്റർ എല്ലാവരും നമ്മൾ അങ്ങനെ ഒരുമിച്ചായിരുന്നു നിൽക്കുന്നതും താമസിക്കുന്നതെല്ലാം. സോ വളരെ സന്തോഷമായിരുന്നു. ബിനിചേട്ടൻ രണ്ടാമത്തെ പടത്തിലും എന്നെ അതിനകത്തൊരു വലിയ ക്യാരക്ടറിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ. ബിനിചേട്ടൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നം ആദ്യത്തെ പടത്തിന് ആൾക്കാർ ആദ്യമൊക്കെ ചോദിക്കണ്ടായിരുന്നു, ഇത് ഒരു തെലുങ്ക് പടം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങൾ പല തിയേറ്റർ വിസിറ്റിന് പല തിയേറ്ററുകളിൽ ഞാൻ ബിനിചേട്ടനും നമ്മുടെ ക്യാമറമാനും എല്ലാവരും കൂടി ഞങ്ങൾ ഒരു കാറെടുത്ത് ചുമ്മാ പടം ഒന്ന് ഒരു 50 days ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുമ്മാ എങ്ങനെയാണ് ഇപ്പോഴും റെസ്പോൺസ് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോ അവിടുത്തെ തിയേറ്ററിൻ്റെ ഓണേഴ്സ് നമ്മുടെ പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളാണ്. ആദ്യം ആൾക്കാർ കുറേ പേര് തിയേറ്ററിൽ വന്നിട്ടും തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ടൈറ്റിൽ കണ്ടിട്ട് ടൈറ്റിൽ എഴുതിയേക്കുന്നതും അങ്ങനത്തെ ഒരു തെലുങ്ക് പടം ഡബ് ചെയ്ത ഒരു പടം എന്നുള്ള രീതിയിലായിരുന്നു. തെലുങ്ക് പടമാണെന്ന് വിചാരിച്ച് കുറേ പേര് പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ആൾക്കാർ കയറി വന്നത്. ഒരു ചെറിയ സിനിമയുടെ വലിയ വിജയമായിരുന്നത്. അപ്പോൾ ആ ഒരു വലിയ വിജയത്തിൻ്റെ ബാക്കിയായിട്ട് അടുത്തൊരു വിജയം കൊണ്ടുവരുമ്പോൾ അതിന് എന്നെയും ഭാഗമാക്കിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ബിനിചേട്ടനടുത്ത് അത്രയും നന്ദിയുണ്ട്. അത് ഞാൻ ഈ ഇതിഹാസര ടീം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സുഹൃത്തുക്കളുടെ ഒരു വലിയൊരു കൂട്ടായ്മയാണത്. കുറേ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ബിനിചേട്ടൻ പടം ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. അത് പടം ചെയ്യാൻ വേണ്ടി പുള്ളി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വളരെ നന്നായിട്ട് നിൽക്കുന്ന സമയത്താണ് പുള്ളിക്ക് സിനിമ ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ട് പുള്ളി ഫോട്ടോഗ്രാഫിയൊക്കെ വിട്ട് കുറേ നാളെ നിൽക്കുന്നു. പടങ്ങൾ ഒരെണ്ണം ഓണായി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അത് ഡ്രോപ്പ് ആവുന്നു. പ്രൊഡ്യൂസർ ബാക്കൗട്ട് ചെയ്യുന്നു. ബിനിചേട്ടൻ ആകെ മെൻ്റലി ഡൗൺ ആവുന്നു. എന്ത് ചെയ്യണം എന്നറിയാൻ പാടാണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഇനി പടമൊക്കെ ഇനി ചെയ്യുന്നില്ലടാ. ഒരു 5 വർഷമായിട്ട് ബിനിചേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ പോയി. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഫ്രണ്ട്സ് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് എല്ലാവരും കൂടിയിട്ട് ചെയ്യാടാ നിൻ്റെ സിനിമ. അവർ അരുൺ സോൾ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് ബിനിചേട്ടൻ്റെ. അപ്പോൾ ഈ അരുൺ സോളൊക്കെ ഒരു പടം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ പുള്ളി പറഞ്ഞിട്ട് പറഞ്ഞില്ല, നമുക്ക് എല്ലാവരും കൂടി നിൻ്റെ പടം ചെയ്യാം ആദ്യം, നിൻ്റെ പടം ഹിറ്റാവണമെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം നമ്മുടെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായ ഒരു സിനിമയാണ് ഇതിഹാസം. അപ്പോൾ അതിൻ്റെതായ ഒരു നന്മയും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു വിജയമായിരുന്നു ആ സിനിമ ഇതിഹാസം എന്ന പടം. ആക്ച്വലി രാജേഷ് ഏട്ടനും ഈ അരുൺ ചേട്ടൻ ഇവരെല്ലാവരും കൂടിയിട്ടായിരുന്നു ആ പടം ചെയ്തായിരുന്നത്. ഒരുപാട് പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണ് ആ പടം ചെയ്തത്. കാരണം ഇവരുടേതായിട്ടുള്ള തന്നെ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടൊക്കെയാണ് കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു റിച്ച്നെസ് ഒന്നും അവർ നമുക്ക് ഫൈനലി തിയേറ്ററിൽ പോയി ഓഡിയൻസ് കാണാൻ നേരത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ആരും അങ്ങനെ അത് അയ്യോ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തത്, കാരണം ഒന്ന് കൈയടിച്ചേക്കാം എന്നൊന്നും ആരും പറയൊന്നുമില്ല. റിച്ചായിട്ട് ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുള്ളൂ. അത്രയും മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസയുടെ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഫ്രെയിമിലോ ആൾക്കാരെയോ കാണിക്കാണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അത് കാരണം അത് ആരും അറിയാണ്ടും പോയി. പക്ഷേ അതിൻ്റെ ഒരു സുഖം പിന്നീട് നമുക്കുണ്ട്. പടം ഒന്ന് വിജയിച്ച് കഴിയാൻ നേരത്ത് നമ്മളത് ഏൺ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു വിജയം എന്നുള്ളൊരു സുഖമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഈ പടത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ പൈസയുടെ കുറവുകളൊന്നും തീരെ ഉണ്ടായിരുന്നില്ല ഇവർക്ക്. അതാണ് ഒരു ലാവിഷായിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. പടം ഇതിഹാസം ഞങ്ങൾ ഓർമ്മയുണ്ട്. ഞങ്ങൾ ഒരു വീടിൻ്റെ മേളിൽ സെറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ ഇവിടെ സെറ്റ് പഴിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയാണ്. തീർന്ന് ദിവസം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വെൽക്കം വെച്ചിട്ട് ഒരു 3 ദിവസം കൊണ്ടാണ് വീടിൻ്റെ അകം ഫുള്ള് ഷൂട്ട് ചെയ്തത്. ഡേ ആൻഡ് നൈറ്റ് എല്ലാം ഷൂട്ട് ചെയ്ത് തീർത്തത്. ഒരു 2 പകലും ഒരു ദിവസം രാത്രിയുടെ കുറച്ച് ഭാഗങ്ങൾ വെച്ചിട്ടാണ് മൊത്തം അവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട് ഞങ്ങളുടെ പോർഷൻ. പടത്തിലെ മേജർ സീക്വൻസുകൾ മുഴുവൻ നടന്ന സ്ഥലം നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇതിനകത്ത് തീരെ അങ്ങനെ ഒന്നും വേണ്ടി വന്നില്ല. പതുക്കെ അത്യാവശ്യം ലാവിഷ് ഷൂട്ടായിരുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ധൃതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതിഹാസം പോലെ നമുക്ക് പേടിച്ച് അയ്യോ ഇനി എന്ത് ചെയ്യും, ഇന്ന് ഷൂട്ട് ചെയ്ത് തീർത്തില്ലെങ്കിൽ നാളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ രസമായിട്ട് തന്നെയാണ് എല്ലാവരും ഷൂട്ട് ചെയ്തത്. എൻജോയ് ചെയ്താണ് വർക്ക് ചെയ്തിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൂട്ടായ്മയുടെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ക്യാമറമാനായാലും ഇതിനെല്ലാവരും ബിനിച്ചേട്ടൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഈ പടത്തിൽ ചെയ്തേക്കുന്നത്. ഈവൻ എൻ്റെ കോസ്റ്റ്യൂമർ വരെ ബിനിച്ചേട്ടൻ്റെ കൂട്ടുകാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ബലമാണ് ബിനിച്ചേട്ടൻ്റെ സിനിമയുടെ ഒരു
എല്ലാവരും ഒരേപോലെ സിനിമ നന്നാവണമെന്ന് വിചാരിച്ചാൽ സിനിമ നന്നാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇത് എൻ്റെ സിനിമയാണെന്ന് എല്ലാവരും വിശ്വസിച്ചാൽ മാത്രമേ അതിനകത്തൊരു പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടുള്ളൂ, ഒരു നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാമറമാൻ ഞാൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരാളാണെങ്കിൽ ഒരിക്കലും അത് ഒരു നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. ഇതിപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ പടത്തിൽ പൈസ ഇല്ലാത്ത സമയങ്ങൾ വരുമ്പോൾ എൻ്റെ കോസ്റ്റ്യൂമർ ആയാലും ഇവരുടെ ക്യാമറമാൻ ആയാലും ഇവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരായിരുന്നു. പല തവണ അത് മുടക്കിയിട്ടുണ്ടോ നമുക്കറിയാവുന്നതാണ്. ഞങ്ങളല്ലാണ്ട് ഞങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. സോ അങ്ങനെ ഒരു ടീമാണത് ഇവർ. അപ്പോൾ ഇവരൊരിക്കലും അത് വിട്ടുപോയിട്ടുള്ളൊരു ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിട്ടില്ല. എല്ലാവരും ഈ പടത്തിലുമുണ്ട്. അങ്ങനെ തന്നെ എന്നിട്ടാണ് ഈ പടം വർക്ക് ചെയ്തേക്കുന്നത്. ഇമ്പോർട്ടൻസിനല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇപ്പോൾ ഇത് ആക്ച്വലി ഒരു ആക്ഷൻ പടമാണ്. ഇതിൻ്റെ ഒരു വലിയൊരു വില്ലനും ഒരു സാധാരണക്കാരനായ പക്ഷെ വലിയൊരു നായകനും തമ്മിലുള്ള ഒരു സിനിമയാണ്. അവരുടെ ഒരു യുദ്ധമാണ് പടം. ഞാൻ അതിനകത്തുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിഹാസത്തിനകത്ത് നമ്മളുടെ ഒരു കഥയായിരുന്നു. ഇതിനകത്ത് ഞാനും ഈ കഥയിൽ ഇപ്പോൾ ഉണ്ണിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്, ഉണ്ണിയുടെ കൂടെയുള്ളതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇതിഹാസ പോലത്തെ ഒരു ക്യാരക്ടറല്ല, പക്ഷേ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ അടിപൊളി ക്യാരക്ടറാണ്. ഡിക്കാപ്രിയോ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. കാപ്ര എന്നാണ് പക്ഷെ എല്ലാവരും വിളിക്കുന്നത്. ഡിക്കാപ്രിയോ എന്ന് വിളിക്കാൻ തന്നെയാണ് പുള്ളിക്കും ഇഷ്ടം. ഇതൊരു കംപ്ലീറ്റ്ലി ആക്ഷൻ മാസ് ഫുൾ കളർഫുൾ ഒരു സിനിമയാണ്. ഒരു പാവം പടമൊന്നുമല്ല. നമ്മൾ സാധാരണ സിനിമകളെ കുറിച്ച് പറയും അതൊരു പാവം പടമാണ്, നല്ല സിനിമയാണ്. ഇത് നല്ല സിനിമയാണ്, പക്ഷേ ഒരു ഫുള്ളി പാക്ഡ് ഫൈറ്റും ആക്ഷൻ ഫുൾ മാസ് ലെവലിൽ ചെയ്തേക്കുന്ന ഒരു പടമാണ്. പല ഷോട്ടുകൾ വെച്ചുള്ള പരിപാടികളും കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. നമ്മൾ ആക്ഷൻ പടങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടൊവിനോ എന്ന് പറഞ്ഞൊരു പുതിയതായിട്ട് വരുന്ന വലിയൊരു കലാകാരനാണ് ടൊവിനോ. ഉണ്ണിയും അത് തന്നെ പുതിയ ഒരു റൈസിങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെയാണ് പറയുന്നത് ഉണ്ണീനെ നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ള ഒരു പുതിയ ഇപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നതല്ല, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന പിള്ളേരിൽ വെച്ച് ഉള്ള രണ്ട് വലിയ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ വലിയൊരു വില്ലനും ഒരു ചെറിയ നായകനും തമ്മിലുള്ളൊരു യുദ്ധമാണ് പടം മൊത്തം. ഞാൻ എന്താ ഇതിനകത്തൊരു പുതുമ പറയാമെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പോൾ ബിനിച്ചേട്ടൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബിനിച്ചേട്ടൻ ആദ്യം ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്ന കാര്യമാണ്. ഇത് ഒട്ടും പുതുമയില്ലാത്ത ഒരു സിനിമയാണ്, ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു സിനിമയാണ് എന്ന് പറഞ്ഞേ പറയാറുള്ളൂ. പക്ഷേ സാധാരണ കണ്ടുവരുന്ന കഥകളായിരിക്കാം, പക്ഷേ അതൊരു നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറഞ്ഞത് നേരത്തെ മലയാള സിനിമയുടെ പോലത്തെ സാധാരണ ഒരു പാറ്റേൺ അല്ല പിടിച്ചിരിക്കുന്നത്. കുറച്ച് ഇത്തിരി ഓവർ ഇടിയും പരിപാടിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർക്ക് എൻ്റർടൈൻഡ് ആവാൻ ഇപ്പോൾ 2 മണിക്കൂർ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ എല്ലാം കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അത്യാവശ്യം കാണാനുള്ളൊരു സിനിമയാണിത്.